IPS തലപ്പത്ത് അഴിച്ചുപണി. എസ് ശ്രീജിത്തിനെ ജയിൽ മേധാവിയായി നിയമിച്ചു. പി വിജയൻ ഇനി ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. H വെങ്കടേഷിനെ ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനം മാത്രമാണ് ഉണ്ടാവുക. ദിനേന്ദ്ര കശ്യപ് ഇന്റലിജൻസ് മേധാവിയായിരിക്കും. ഹരി മോഹൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഹരി, അപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ IPS തലപ്പത്ത്? ഷിഹാഖ്, IAS തലപ്പത്തെ വൻ അഴിച്ചുപണിക്ക് പിന്നാലെ IPS തലപ്പത്തും ഇപ്പോൾ അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനം, അതായത് സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ പോസ്റ്റ്. ആ പോസ്റ്റിലേക്ക് പി വിജയൻ, അതായത് ADGP പി വിജയൻ ഇപ്പോൾ ഇന്റലിജൻസ് മേധാവിയാണ്. ഇന്റലിജൻസ് മേധാവിയായിട്ടുള്ള പി വിജയനെ അവിടെ നിന്നും മാറ്റി ക്രമസമാധാന ചുമതലയുള്ള ADGP ഇരിക്കുന്നുവെന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് H വെങ്കടേഷനായിരുന്നു ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ സ്ഥാനവും ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനവും ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മാറ്റി ഈ ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനം മാത്രമാക്കി ഈ വെങ്കടേഷിനെ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ പി വിജയനായിരിക്കും ഇനി മുതൽ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി വരിക. ഒപ്പം തന്നെ ഇന്റലിജൻസ് മേധാവിയായിരുന്ന പി വിജയനെ അവിടെ നിന്ന് മാറ്റിയത് കൊണ്ട് പകരം ദിനേന്ദ്ര കശ്യപിനെയാണ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ദിനേന്ദ്ര കശ്യപിന്റെയും ഒപ്പം പി വിജയന്റെയും പേരുകളാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തേക്ക് പറഞ്ഞിരുന്നത്. അത് രണ്ടുപേർക്കും പ്രധാനപ്പെട്ട 2 പദവികൾ നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ ബൽറാം കുമാർ ഉപാധ്യായ ഇപ്പോൾ ജയിൽ മേധാവിയാണ്. സായുധ പോലീസ് ബറ്റാലിയൻ ADGP ആയി ബൽറാം കുമാറിനെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ശ്രീജിത്തിനെയാണ് ജയിൽ മേധാവിയായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പോലീസ് ആസ്ഥാനത്തെ ADGP കൂടിയായിരുന്നു ശ്രീജിത്ത്. അവിടെ നിന്ന് മാറ്റിയാണ് ജയിൽ മേധാവി ആക്കിയിരിക്കുന്നത്. അതുകൂടാതെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി അരുൾ ബി കൃഷ്ണയെ നിയമിച്ചിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം റേഞ്ച് DIG ആയിട്ടുള്ള അരുൾ ബി കൃഷ്ണയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിംഗ് കൂടി നടന്നിരിക്കുന്നത് SPS ഷൗക്കത്ത് അലിയാണ്. അതായത് ഗൺമാന്മാരുടെ മർദ്ദനം അന്വേഷിക്കുന്ന SPS ഷൗക്കത്ത് അലി എല്ലാ കാലത്തും CPM-മായി വലിയ രീതിയിലുള്ള ഭിന്നത നിലനിന്നിരുന്ന, CPM-ന്റെ കണ്ണിലെ കരട് എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആൾ കൂടിയാണ് SP ഷൗക്കത്ത് അലി. ഷൗക്കത്ത് അലിയെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു നിയമനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നിയമനങ്ങൾ കൂടി, അതായത് ഈ 30 നിയമനങ്ങളാണ് ഇന്നിപ്പോൾ, അല്ലെങ്കിൽ 30 സ്ഥാനങ്ങളിലേക്കാണ് ഇന്ന് വലിയ രീതിയിലുള്ള അഴിച്ചുപണി നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ മറ്റ് നിയമനങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഹർഷിത അത്തല്ലൂരിയെ ഈ പോലീസ് ആസ്ഥാനത്തെ IG ആക്കി നിയമിച്ചിട്ടുണ്ട്. ഒപ്പം ശ്യാം സുന്ദർ ഇപ്പോൾ നിലവിൽ IG ആണ്. അദ്ദേഹത്തെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന ക്രൈംബ്രാഞ്ച് IG ആയിട്ടാണ്. ഇന്റലിജൻസ് IG ആയിരുന്ന ശ്യാം സുന്ദറിനെ ക്രൈംബ്രാഞ്ച് IG ആയി നിയമിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ യതീഷ് ചന്ദ്ര ഇപ്പോൾ നിലവിൽ കണ്ണൂർ റേഞ്ച് DIG ആണ്. അദ്ദേഹത്തെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന എറണാകുളം റേഞ്ച് DIG ആയിട്ടാണ്. ഒപ്പം തന്നെ ഇപ്പോൾ നിലവിൽ കാർത്തിക്, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള കാർത്തികിനെ നിയമിച്ചിരിക്കുന്ന തൃശൂർ റേഞ്ച് DIG ആയിട്ടാണ്. കൂടാതെ കണ്ണൂർ റേഞ്ച് DIG ആയിട്ടുള്ള നാരായണൻ TA തൃശൂർ റേഞ്ച് DIG ആയി നിയമിച്ചിരിക്കുന്നത്. അതായത് പരസ്പരം റേഞ്ചുകളുടെ ചുമതല മാറ്റിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള മെറിൻ ജോസഫിനെ ഷൗക്കത്ത് അലി വന്നതോടുകൂടി ഇപ്പോൾ കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിയായാണ് നിയമിച്ചിരിക്കുന്നത്. അതായത് നഗരത്തിൽ നിന്ന് നേരെ റൂറൽ പോലീസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പ്രശാന്ത് കാണി ഇപ്പോൾ നിലവിൽ KSCB-യിലെ ചീഫ് വിജിലൻസ് ഓഫീസറാണ്. അദ്ദേഹത്തെ തിരുവനന്തപുരം റൂറൽ പോലീസ് മേധാവിയാക്കി നിയമിച്ചിരിക്കുന്നു. അതുകൂടാതെ KM സാബു മാത്യുവിനെ ഇപ്പോൾ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. ഒപ്പം കൊല്ലം റൂറൽ പോലീസ് മേധാവിയായി ഷാജി സുഗുണനെ നിയമിച്ചിരിക്കുന്നു. അതുകൂടാതെ വിഷ്ണു പ്രദീപ് ഇപ്പോൾ നിലവിൽ കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയാണ്. അദ്ദേഹത്തെ ആലപ്പുഴ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നു. അബ്ദുൾ റാഷി അദ്ദേഹത്തെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നു. ദേവമനോഹറിനെ വയനാട് ജില്ലാ പോലീസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നു. അങ്ങനെ ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു. നിതിൻ രാജാണ് ഇപ്പോൾ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള നിതിൻ രാജാണ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായി വരിക. BV വിജയഭാരത് റെഡ്ഡി ഇപ്പോൾ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയാണ്. അദ്ദേഹമാണ് ഇനി മുതൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് വരുന്നത്. ഒപ്പം തന്നെ അനൂജ് പസ്വാളിനെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് പോലീസ് ആസ്ഥാനത്തെ AIG ചുമതലയിലേക്കാണ് എന്നുള്ളത് കൂടിയാണ് പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം. ഒപ്പം തന്നെ പല ക്രൈംബ്രാഞ്ചിലും തീരദേശ പോലീസിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്തായാലും IPS തലപ്പത്ത് വലിയ രീതിയിലുള്ള അഴിച്ചുപണി വരുമെന്നുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഒരു ഭരണമാറ്റം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അത്തരം മാറ്റങ്ങൾ വരും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരേണ്ടുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനം, ഇന്റലിജൻസ് മേധാവി സ്ഥാനമൊക്കെയാണ്. അതിലൊക്കെ തന്നെ ആ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് ആ മാറ്റം ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന് 2027 പകുതി വരെ അദ്ദേഹത്തിന്
കാലാവധിയുണ്ട്. ആ കാലാവധിയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. സുപ്രീം കോടതിയിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി പി വിജയനെ, അതായത് UDF-ഉമായി നല്ല ബന്ധമുള്ള പി വിജയനെയാണ് ADGP ലോ ആൻഡ് ഓർഡർ ചുമതലയിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ശ്രീജിത്ത് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലം മുതൽക്ക് പോലീസ് ആസ്ഥാനത്തെ ADGP ആയി തുടരുകയാണ്. അദ്ദേഹത്തെയാണ് ജയിൽ മേധാവിയായിട്ട് നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ ഈ പരോൾ, അതായത് ഈ പെരിയ കൊലക്കേസിലടക്കം, ഇരട്ട കൊലക്കേസിലടക്കം വലിയ രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെ ജയിൽ മേധാവി സ്ഥാനത്തു നിന്നുള്ള ബൽറാം കുമാർ ഉപാധ്യായയുടെ പടിയിറക്കം നേരെ സായുധ പോലീസ് ബറ്റാലിയൻ, അതായത് തിരിച്ചു വരാം. ഇപ്പോൾ രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, അപ്പോൾ ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ച ചില ആളുകൾക്ക് പ്രധാനപ്പെട്ട ചില പോസ്റ്റുകൾ തന്നെ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഷൗക്കത്ത് അലി, അദ്ദേഹത്തെ കോഴിക്കോട് കമ്മീഷണറാക്കിയിരിക്കുന്നു. ഈ ഒരു സർക്കാർ അധികാരത്തിൽ ഏറ്റതിന് പിന്നാലെ ഏറ്റവും വിവാദമായിരുന്ന ഇവരുടെ ഈ ഒരു UDF സർക്കാരിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയായിരുന്ന ഒരു ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൻ്റെ SITയുടെ പ്രധാനപ്പെട്ട ചുമതല നൽകിയിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിൽ ഈ ഷൗക്കത്ത് അലിയെ എല്ലാ തരത്തിലും മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഈ ഒരു നമുക്ക് ഓർമ്മയുണ്ട്, TP കേസ് വധത്തിന് പിന്നാലെ ഈ പ്രതികളെ പാർട്ടി ഗ്രാമത്തിൽ കയറി പിടിക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം, അതിന് പിന്നാലെ വലിയ അതൃപ്തിയായിരുന്നു ഈ ഉദ്യോഗസ്ഥനോട് CPM-നുണ്ടായിരുന്നത്. ആ ഒരു അതൃപ്തി ഇപ്പോൾ UDF സർക്കാർ വരുമ്പോൾ ഒരു സ്നേഹമായി മാറുന്നു. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായി ഷൗക്കത്ത് അലി മാറുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായിട്ടും പോലീസിൽ നിലപാടുകൾ കൊണ്ട് കേരള പോലീസിലെ സിംഗം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഷൗക്കത്ത് അലി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോടുമായി അദ്ദേഹത്തിന്റെ വിവാദങ്ങൾക്കെല്ലാം ബന്ധവുമുണ്ട്. കോഴിക്കോട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹനെ വഴിയിൽ തടഞ്ഞ്, അന്ന് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിട്ടില്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, അദ്ദേഹത്തെ TP കേസുമായി ബന്ധപ്പെടുത്തി വഴിയിൽ തടഞ്ഞ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിലാക്കിയ കുറച്ചു കാലമെങ്കിലും അദ്ദേഹം പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ടുവെങ്കിലും ആ കേസിൽ P മോഹന്റെ ഒരു പങ്കാളിത്തം വ്യക്തമായതോടുകൂടി അദ്ദേഹത്തെ ജയിലിലാക്കാൻ വേണ്ടി നിർണായകമായ തീരുമാനമെടുത്തു. അതോടൊപ്പം തന്നെ കൊടി സിനി ഉൾപ്പെടെയുള്ള സംഘത്തെ, കൊട്ടേഷൻ സംഘത്തിന്റെ ബന്ധം തെളിയിക്കാനും ആ കൊട്ടേഷൻ സംഘത്തെ കയ്യോടെ പൊക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കാണിച്ച അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്ത് കേസ് അവസാനിപ്പിക്കുന്ന രീതി, അതിൽ നിന്ന് വ്യത്യസ്തമായി TP കേസിൽ അതിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് അന്വേഷിക്കാൻ ഷൗക്കത്ത് അലിക്ക് സാധിച്ചു. അത് CPM നേതൃത്വത്തിന് വലിയ അതൃപ്തി ഉണ്ടാക്കി. അതിനെ തുടർന്നാണ് അദ്ദേഹം കേരള പോലീസിൽ നിന്ന് തന്നെ ഡെപ്യൂട്ടേഷൻ വാങ്ങി മറ്റ് ഇടങ്ങളിലേക്ക് NIA ഉൾപ്പെടെ അദ്ദേഹം ഡെപ്യൂട്ടേഷൻ വാങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അദ്ദേഹത്തിന് SITയുടെ ചുമതല കൊടുത്തിരുന്നു. അത് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, അതായത് രക്ഷാപ്രവർത്തനമെന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ വിശേഷിപ്പിച്ച ആ മർദ്ദനം, അതിൽ SIT ചുമതലക്കാരനായി ഷൗക്കത്തിനെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ സിറ്റി പോലീസിന്റെ ചുമതലയ്ക്കാണെങ്കിൽ കൂടി അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് കൂടി അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. കോഴിക്കോട്ടാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പോലീസിലെ നിലപാടുകൾ കൊണ്ട് അദ്ദേഹം വിവാദ നായകനായത്. അതേ കോഴിക്കോട്ടേക്ക് ഷൗക്കത്തിന് തിരിച്ചു വരുന്നു എന്നുള്ളത് കൂടി ഇതിൽ വലിയ പ്രത്യേകതയായിട്ടുണ്ട്. അത് തന്നെയാണ് രഞ്ജിത്ത്. അപ്പോൾ ഒരു ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് കൃത്യമായി ഒരു സർക്കാരിൻ്റെ ഒരു നിലപാട്, അതായത് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ചില സൂചനകളുണ്ട്. അതായത് IAS തലപ്പത്താണെങ്കിലും IPS തലപ്പത്താണെങ്കിലും മുൻ സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണത്തിൽ അവരുടെ പ്രിയപ്പെട്ടവരായിരുന്ന ആളുകളെ എല്ലാവരെയും അപ്രധാന സ്ഥാനത്തേക്ക് മാറ്റുകയും അവരുടെ കണ്ണിൽ കരടായിരുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. അത് തന്നെയാണ് ഈ IAS തലപ്പത്തെ മാറ്റത്തിലും IPS തലപ്പത്തെ മാറ്റത്തിലും ഒരേപോലെ സമാനമായി കാണുന്നത്, അല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഈ നിയമനങ്ങളിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള നയങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള അതിന്റെ ചേരിതിരിവുകളും ഒക്കെ പ്രതിഫലിക്കുക സ്വാഭാവികമാണ്. CPM അധികാരത്തിലെത്തുമ്പോൾ CPM-ന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുമായി ബന്ധം പുലർത്തുന്ന, രാഷ്ട്രീയമായെങ്കിലും അവരോട് മാനസിക ഐക്യം പുലർത്തുന്ന ആളുകളെയൊക്കെ പല സ്ഥാനങ്ങളിലും ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അത് UDF അധികാരത്തിലെത്തുമ്പോൾ UDF സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യാറുണ്ട്. UDF അതിൽ മാറ്റം വരുത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ P വിജയനാണെങ്കിലും ശ്രീജിത്ത് ആണെങ്കിലും ഒക്കെ ഉദ്യോഗസ്ഥരെന്ന രീതിയിൽ വളരെ മാന്യമായി സത്യസന്ധമായി പ്രവർത്തിക്കുമെന്നും ഒപ്പം ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരോട് മമതയും ബന്ധവും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൽ അധികാരം മാറി മാറി വരുമ്പോൾ പ്രതികാരത്തിനും അതുപോലെ തന്നെ പ്രീതിക്കും ഇവർ പാത്രീഭൂതരാവാറുണ്ട്. വിജയനാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ADGP ലോ ആൻഡ് ഓർഡർ ചുമതലയിലേക്ക് വരുമ്പോൾ LDF-ന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് പലതരത്തിലുള്ള ഒരു അവഗണനയും കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീതിയും പ്രതികാരവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർ പല കാലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ UDF
അധികാരത്തിലെത്തുമ്പോൾ അവരോട് കൂറ് പുലർത്തുന്ന ഉദ്യോഗസ്ഥരെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് കൊണ്ടുവരുന്നു. ഷൗക്കത്ത് അലി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് വരുന്നതും അതിന്റെ ഭാഗം തന്നെയാണ്. CPM അധികാരത്തിലെത്തുമ്പോൾ CPM-മായി ബന്ധം പുലർത്തുന്ന ആളുകളാണ് പലപ്പോഴായി പല ഘട്ടങ്ങളിൽ അധികാരത്തിലും അതുപോലെ പ്രധാനപ്പെട്ട ചുമതലകളിലും വരാറുള്ളത്. അത് UDF-ഉം അവരുടെ രാഷ്ട്രീയമായ നയം നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നു. അവരോട് ബന്ധം പുലർത്തുന്ന ആളുകൾ പ്രധാനപ്പെട്ട പദവികളിലേക്ക് വരുന്നു എന്നുള്ളതാണ്.